ഇന്ന് രാവിലെ തന്നെ മനസ്സിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു കാഴ്ചയായിട്ടത്. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറവാണെന്ന് പരാതി പറഞ്ഞ സ്റ്റുഡൻസിനെ കത്തിയെടുത്ത് വീശി അവിടുത്തെ ഒരു ജീവനക്കാർ വീട്ടിൽ തന്നെ പണി എരന്ന് മേടിച്ചു കേട്ടോ. ഒന്ന് കണ്ടുനോക്കി. എന്ത് ഞാൻ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത്, ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ ഒന്ന് സംസാരിക്ക്. ഇയാളാരാ? എന്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇപ്പഴേ എടുത്തത്, ഇപ്പൊ ചൂടായിട്ട് വരുമ്പോ ഞാൻ എടുത്തത്. ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എടുക്കും. അതന്നെ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഭീഷണിപ്പെടുത്താനല്ലേ. ഈ മോനെ ആ മക്കൾക്ക് കൊണ്ട് ഇടപെട്ട ചേട്ടന്മാരുണ്ടല്ലോ, കൊടുക്കാട്ടെ നല്ലൊരു കൈയടി. ഓൻ കത്തിയെടുക്കാൻ വേണ്ടി അകത്തോട്ട് പോകട്ടോ. അവനാ കത്തി കൊണ്ട് പേടിപ്പിക്കാൻ പോണ സമയത്ത് ഒരു ചേട്ടൻ വന്ന് ബാക്കിൽ നിന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാട്ടോ നിങ്ങൾ കാണേണ്ടത്. ഓ എന്റെ മോനെ, ആ ലോക്ക് ചെയ്ത ചേട്ടൻ. ഓ കോട്ടക്കനോട്ടോ നല്ലൊരു കാര്യം. ഈ ഒരു വീഡിയോ മൊത്തത്തിൽ മൂപ്പരാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാട്ടോ. പിന്നെ നടന്നത് ചരിത്രം കേട്ടോ. അവന്റെ കഴുപ്പിനുള്ളത് അവൻ ചോദിച്ചതിനെ വാങ്ങിട്ടോ. ഇന്നത്തെ ഒരു ദിവസം ധന്യമായിട്ട് അതായത് കത്തി എടുത്തത് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ കിട്ടിയത് മൊത്തം മൂപ്പലാൻ തന്നെയാണ് അല്ലെ. ഏത് കടയിലാണെങ്കിലും കസ്റ്റമറോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഇതേപോലെ കത്തി എടുക്കുന്നവർക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം പണി കിട്ടും കേട്ടോ. നട്ടലുള്ള ആണെടുത്ത് എവിടെയും ഉണ്ടാവും കേട്ടോ, എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഓരോരുത്തർ. പിന്നെ ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഇതേപോലുള്ള ഗുണ്ടകളെ വെച്ചാൽ കച്ചവടം മൊത്തത്തിൽ പോയി കിട്ടുകയും ചെയ്യും, ഇതേപോലെ നല്ല പണി കിട്ടുകയും ചെയ്യും കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു മെസ്സേജാണ് ഇതിലൂടെ പാസ് ചെയ്ത് കിടന്നത്.